ദക്ഷയാഗം നടന്ന ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ അവകാശികൾ നമ്മളെ ഇത് ഓച്ചർ കയ്യാല 2 ഓച്ചർമാരുണ്ട് ഇവിടെ. അവരെ അവകാശങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ വാദ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമാണ്. പഴമക്കാർ പറയും ഓടപ്പൂ ദക്ഷത്തെ താടിയാണെന്ന്. ആയിരിക്കാം, നമുക്കത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. 6 ശീവേലിക്കാർ, അതിൽ 2 ഓച്ചർ, 4 ശീവേലിയിൽ പൊട്ടുന്നവർ, 11 സ്ഥാനികന്മാർ, അത് വള കെട്ടിയവർ. ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. ദക്ഷയാഗം അത് പൂർത്തീകരിക്കാൻ വേണ്ടി പിന്നെ മഹാവിഷ്ണു, ബ്രഹ്മാവ് ഇവരൊക്കെ വന്ന് ശിവൻ്റെ അടുത്ത് വന്നിട്ട് അപേക്ഷിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണിക്കണമെന്ന്. അപ്പോൾ സംഹാരമൂർത്തിയാണ് ശിവൻ. അദ്ദേഹം പറഞ്ഞു പ്രതിവിധി യാഗം പൂർത്തിയാക്കാം, പക്ഷേ ദക്ഷൻ്റെ ദക്ഷിണ കൊല്ലണം. ദക്ഷിണ കൊന്ന യാഗം പൂർത്തിയാവില്ല, യാഗം പകുതിക്ക് നിൽക്കും. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല. അങ്ങനെയാണ് ദക്ഷിണി ആട്ടിൻ്റെ തല വെച്ച് കൊടുത്തു. എന്നിട്ട് യാഗം പൂർത്തിയാക്കി. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യത. ഇപ്പം
പഴമക്കാരൊക്കെ പറയും ഇപ്പം നമ്മൾ ഓടപ്പൂ കാണുന്നില്ലേ? അപ്പോൾ പഴമക്കാർ പറയും ഓടപ്പൂ ദക്ഷൻ്റെ താടിയാണെന്ന്. ആയിരിക്കാം, നമുക്കത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. ദക്ഷൻ്റെ പിന്നെ താടിയല്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് ഓട കൊത്തിയിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോവാം, അത് കുത്തിയാൽ അത് പൂവാവില്ല, അത് ഇവിടെയാവുള്ളൂ. അതാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഒരു മഹാത്മ്യം. നമ്പൂതിരി മുതൽ കുറിച്ച പണിക്കർ വരെയുള്ള അവകാശികളുണ്ട്. ഇനി ഏത് കാര്യത്തിനും ഇതിൻ്റെ അവകാശികൾ ഉണ്ടായിരിക്കണം, ഏത് കാര്യത്തിനും. പിന്നെ ഇവിടുത്തെ സ്വയംഭൂവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വയംഭൂവിൻ്റെ സ്ഥാനം അതല്ല എന്നാണ് പറയപ്പെടുന്നത്. അത് മണ്ണ് വന്നിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു പോലും. അവിടെ ഇതിൻ്റെ മുമ്പിലൊരു വലിയൊരു അരയാലുണ്ടായിരുന്നു. അത് ഇതതിൻ്റെ ശേഷം ഇവിടെ പ്രളയം വന്നതിന് ശേഷം അതെല്ലാം മൂടിപ്പോയിരുന്നു. പിന്നെ പ്രശ്നം വെച്ചാലാണ് ഇന്ന സ്ഥലം കാണിച്ചു കൊടുത്തത്. ആ സ്ഥലത്താണ് ഇപ്പം സ്വയംഭൂവായിട്ട് ശിവനുള്ളത്. അവകാശികളെ പറയാം. ഇപ്പം ഇതിൻ്റെ അവകാശികൾ നമ്മളെ ഇത് ഓച്ചർ കയ്യാല. ഓച്ചർ എന്ന് പറഞ്ഞാൽ 2 ഓച്ചർമാരുണ്ട് ഇവിടെ. അവരെ അവകാശങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ വാദ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമാണ്. അതേപോലെ അവർ ചെയ്യേണ്ട ജോലി പാണിയാണ്. പാണി എന്ന് പറയുന്നത് മരപ്പാണി, ചേങ്ങലം, ഈ 2 സാധനമാണ് പാണിയിൽ ഇവിടെ പെടുന്നത്. പല സ്ഥലത്തും പല രീതിയിലും കാണപ്പെടും. മരപ്പാണി, മരവും ഉണ്ടാവും, തിമിലി ഉണ്ടാവും, വരന്തലി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത് ശീവേലി. ശീവേലിക്ക് മരം വേണം, ചേങ്ങലം വേണം. പാണിക്ക് ഇവർ 2 പേരും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വണ്ണാററയെന്ന് മേളം കൂട്ടുന്ന കേൾക്കുക. പിന്നെ ശീവേലിക്കാർ അവർ ചിമില, വരന്തല, ശംഖ്, എൽത്താളം പിന്നെ പാണിക്കുമുണ്ട്. ഇത് ഇവർ ഉച്ചക്കത്തെ ശിവേലിക്ക് 6 പ്രദക്ഷിണം വെക്കണം. അതേപോലെ രാത്രിത്തെ ശിവേലിക്ക് 12 പ്രദക്ഷിണമുണ്ട്. പിന്നെ അതോടുകൂടി രാത്രിത്തെ പിന്നെ ഈ ശിവേലി കഴിഞ്ഞാൽ 12 പ്രദക്ഷിണം കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ ശ്രീഭൂതബലിയുണ്ട്. ശ്രീഭൂതബലി എന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആരും പിന്നെ തിരുവഞ്ചൂർ ഇറങ്ങാൻ പാടില്ല. 11 സ്ഥാനികന്മാരുണ്ട്. ഈ സ്ഥാനികന്മാരെ നിയമിക്കുന്നത് ദേവസ്വത്തിൽ നിന്ന് നേരിട്ടാണ്. അതിന് ഇതേപോലത്തെ വള കൊടുക്കും. ഇതിൽ 11 പേരല്ലേ, 11 പേരാണ് ഈ സ്ഥാനികന്മാരായിട്ടുള്ളത്. പിന്നെ അതിലെല്ലാം എടുക്കണം. ശീവേലിക്ക് പിന്നെ ചെണ്ട, വിശേഷാൽ ഇന്നു മുതൽ വിശേഷാൽ വാദ്യങ്ങൾ വരും എന്ന് വിചാരിച്ചാൽ പിന്നെ കൊട്ടിപ്പാട് സേവ എന്ന് പറഞ്ഞാൽ ഇടക്ക കൊട്ടിയിട്ട് പാട്ട് പാടൽ. അത് പ്രാധാന്യമാണ്. കാരണം ഇവിടുത്തെ പൂജകൾക്ക് ഇത് തന്നെ ഇടക്ക അഷ്ടപതി ഇതാണ് പാടൽ. അത് ഈ അഷ്ടപതിക്കാരനാണ് ഞാൻ. ഇടക്കൊക്കെ എൻ്റെ മകനുണ്ട് വൈശാഖ്. പിന്നെ ഇതിൻ്റെ സ്ഥാനികന്മാരെല്ലാം നമ്മളെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. എൻ്റെ അനുജൻ എൻ്റെ കൂടെ പിന്നെ പാടുന്നുണ്ട്. 6 ശീവേലിക്കാർ, അതിൽ 2 ഓച്ചർ, 4 ശീവേലിയിൽ കൊട്ടുന്നവർ, 11 സ്ഥാനികന്മാർ, അത് വള കെട്ടിയവർ, ബാക്കി 22 ബാക്കിയുള്ളവർ സ്പെഷ്യൽ വാദ്യം എന്ന് പറയും. നാഗസ്വരം അങ്ങനെയുള്ള വരുന്ന ഇത് കൊമ്പ്. അതുകൂടാതെ ഇന്ന് മുതൽ തായമ്പക 10 ദിവസം ഉണ്ടാവും. തിരുവോണം മുതൽ ആയില്യം വരെ കേളി, തായമ്പക, പിന്നെ
നാദസ്വര കച്ചേരി അങ്ങനെ അതിൻ്റെ പോകുന്നു. അപ്പുറം കൂത്ത് നടക്കുന്ന സമയത്ത് കൂത്തിന് വായിക്കണം മാനാറ്. അങ്ങനെ 22 ആൾ കൂടി ഓച്ചറ കയ്യാലിൽ 22 ആളും ഒരേപോലെ താമസിക്കും. കയ്യാലാന്ന് പറയും. ആ ദേവസ്വം ഇതല്ലാതെ 32 എണ്ണങ്ങാനുണ്ട്. ഇത് കഴിയുന്നവർ ഇവിടുന്ന് ആരും പുറത്ത് പോയിക്കൂടാ. ഇനി ഉത്സവം തുടങ്ങുന്ന മുതൽ ഇടാ, തീർന്നിട്ട് കലശാട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയും. ജൂലൈ 4.